ഞാൻ 4 പേരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് പ്രാർത്ഥിക്കാനായിട്ട്. ആ 4 പേരുടെയും സ്ഥിതി വളരെ ശോചനീയമാണ്. അതിലൊരു പയ്യൻ ദിവസവും 2000 രൂപ ചോദിക്കും പേരൻസിനോട്. മിനിമം ആണ് 2000. അത് കൊടുത്തില്ലെങ്കിൽ വയലന്റ് ആകും. ആ അമ്മയുടെ പേര് യദുകൃഷ്ണൻ എന്ന് പറയുന്ന ആ മകൻ തേവര പഠിക്കുന്നു. തേവരയിൽ വന്നിട്ട് കൂട്ടുകാരൊരുമിച്ച് പോകും. പിന്നെ 10 മണി 11 മണിക്കൊക്കെയാണ് വരുന്നത്. അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു, ജയ എന്ന് പറഞ്ഞു. ഞാൻ വചനമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്, പക്ഷെ അവർ വചനമൊക്കെ കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഒരു പകരം വചനമൊക്കെ അയച്ചു തരുന്നുണ്ട്, മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നത്. വളരെ വേദനിച്ച് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും അവരെൻ്റെ അടുത്ത് സംസാരിക്കുകയും കരയുകയും ചെയ്യും. മറ്റു 3 പേരും വ്യത്യസ്തരല്ല. അവരും ഇതേപോലെ വളരെ മോശമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ അവസാനിപ്പിക്കും, ഇതിനെന്താണ് ഒരു പരിഹാരം എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മളൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണെന്ന് വിശ്വസിക്കുക. തങ്കച്ചൻ ബ്രദർ പറഞ്ഞതുപോലെ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണല്ലേ. ഇവിടെ വന്നിരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നത്. എനിക്കൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ദൈവം പ്രത്യേകിച്ച് നമ്മളെ വഴി നടത്തുന്നത് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അത്ര ബുദ്ധിമുട്ടിലാണ് ജനം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടിലാണ്. ഇതേപോലെ മറ്റുള്ള സംസ്ഥാനത്തൊന്നും ഇത്രയും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ കൊള്ളയും കൊല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതേപോലെ ഒരു അധപ്പതിച്ച കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായിരുന്നു. പക്ഷെ ഇന്നത് സാത്താന്റെ നാടാണ്, യാതൊരു സംശയമില്ല. എല്ലാ വ്യക്തികളിലും എല്ലാ ഭവനങ്ങളിലും സാത്താന്റെ വിളയാട്ടം നടക്കുന്നു. നാം ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ആ ഒരു നന്ദി എപ്പോഴും നമുക്കുണ്ടാകണം. നമ്മൾ നെടുവീർപ്പിടരുത്, നമ്മൾ അസ്വസ്ഥരാകരുത്, നമ്മൾ പിറുപിറുക്കരുത്. നമുക്ക് ചെയ്യാനുള്ളത് എപ്പോഴും നന്ദി പറയുക. ഇത്രയും വഴി നടത്തുന്നുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ ഭംഗിയായല്ലോ, നന്ദി ദൈവമേ. കൂടുതൽ പ്രവർത്തിക്കുവാൻ, കൂടുതൽ പഠിക്കുവാൻ, കൂടുതൽ വായിക്കുവാൻ എല്ലാം എനിക്ക് അവസരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് യോഗ്യതയുള്ളൂ. ഒന്നും പരാതിപ്പെടാൻ യോഗ്യതയില്ല. ദൈവം നമ്മളെ വളരെ സ്നേഹത്തോടു കൂടി വിളിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നതാണ്. നമ്മൾ ആരെങ്കിലും റിക്വസ്റ്റ് കൊടുത്തിട്ടാണോ നമ്മൾ ഈ ഭൂമിയിൽ വന്നത്? അല്ല. എല്ലാ കാര്യത്തിനും റിക്വസ്റ്റ് കൊടുക്കണം. പക്ഷേ നമ്മുടെ ജനനം എന്ന് പറയുന്നത് ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ സ്നേഹിച്ച് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ഇത് ആസ്വദിക്കാൻ വേണ്ടിയാണ്. സൃഷ്ടാവായ ദൈവത്തെ അറിയാനും നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ രക്ഷകനെ അറിയാനും വേണ്ടി നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു അവസരമാണത്. അതൊരു സൗഭാഗ്യമായിട്ട് കാണണം. അത് ഒരു കടത്ത് കഴിക്കലോ ഒരു മതത്തിന്റെ ആചാരമോ അല്ലെങ്കിൽ ഒരു സഭയുടെ അനുഷ്ഠാനങ്ങളോ ആയിട്ട് പോകാതെ ഇത് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ നിധിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് ശിഷ്യന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിൻ്റെയൊക്കെ അവസാനം, ലോകത്തിന്റെ അവസാനം എപ്പോൾ സംഭവിക്കും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ യേശു അതിന് വ്യക്തമായ മറുപടിയും അടയാളങ്ങളും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇതൊന്നും അല്ല, ഇതെല്ലാം ഈറ്റുനോവിന്റെ
ആരംഭമത്രേ എന്നാണ് പറയുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. യുദ്ധം, പട്ടിണി, പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അവസാനം പിന്നെ ഒരു സസ്പെൻസ് വെക്കുകയാണ്. ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ ഒരു പട്ടിക തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ? ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേർ എടുത്തു വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. ഇപ്പൊ യുദ്ധങ്ങളും പ്രശ്നങ്ങളും എല്ലാം സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളുടെ ഉപദ്രവത്തിനെ ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. 2025 എന്ന് പറയുന്നത് പ്രതികൂലങ്ങളുടെ ഒരു വർഷമായിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പലതുകൊണ്ട് പ്രതിബന്ധങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒരു വർഷമായിരിക്കാനുള്ള സാധ്യത പ്രവാചകന്മാര് അല്ലാതെ തന്നെ ശാസ്ത്രജ്ഞന്മാരും പറയുന്നുണ്ട്. അവിടെ നാം ചെയ്യേണ്ടത് അവസാനത്തോളം, നമ്മൾ 2024, 2025 ഇത്രയും കാലമൊക്കെ നമ്മൾ പിടിച്ചു നിന്നില്ലേ? പക്ഷേ ഇനിയാണ് പ്രശ്നങ്ങൾ വരാൻ പോകുന്നതാണ്. ഈറ്റുനോവിന്റെ ആരംഭമത്രേ എന്ന് വ്യക്തമായിട്ട് പറയുന്നത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. ഇതാണ് ആരംഭം. ഇന്നലെ വരെ ഉണ്ടായ ദുരിതങ്ങളോ ചൂടുകളോ പട്ടിണികളോ പ്രശ്നങ്ങളോ അല്ല പ്രശ്നങ്ങള്. 2025 മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ വരുവാനുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നതും നമ്മൾ ഇടറിപ്പോകാൻ സാധ്യതയുള്ളതും. നാം പലതിലും വിജയിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ, പലതിലും വിജയിച്ചു എന്ന് സമാധാനിക്കുമ്പോൾ അല്ല, തെറ്റിപ്പോയി. ഇനിയുള്ള ജീവിത കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകണം. ഇനിയാണ് പതറിപ്പോകാനുള്ള സാധ്യത. അങ്ങനെ പതറിപ്പോകുമ്പോൾ ഇന്നലെ വരെ ചെയ്തതും സഹിച്ചതൊക്കെ വെറുതെ ആയി പോകും ഇല്ലേ? ഇന്നലെ വരെ സഹിച്ചതും പ്രാർത്ഥിച്ചതും എല്ലാം വെറുതെ. അതുകൊണ്ടാണ് അവസാനത്തോളം പിടിച്ചു നിൽക്കണം. ഒരു ഷിപ്പ്യാർഡില് ഒരു ഓട്ടത്തിന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പയ്യൻ, അവൻ എല്ലാവരും, എല്ലാ ചാനലുകാരും പത്രക്കാരും അവനായിരിക്കുമെന്ന് ഉറപ്പ് നൽകി റിപ്പോർട്ട് പോലും എഴുതി തുടങ്ങിയതാണ്. പക്ഷേ അവസാന നിമിഷം അവൻ പരാജയപ്പെട്ടു. അവനോട് പത്രക്കാരൊക്കെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, എന്താണെന്നറിയില്ല, ഞാൻ മാക്സിമം പരിശ്രമിച്ചു, പക്ഷെ ആ അവസാന നിമിഷം ഒന്നിടറിപ്പോയി. ഇത് ആത്മീയ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നമാണ്. മറ്റേ പിന്നെ എങ്ങനെയെങ്കിലും അത് ഓവർകം ചെയ്യാൻ സാധിക്കും. അടുത്ത ചാൻസ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം പതറിപ്പോകാതിരിക്കാൻ അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അടിച്ചടിച്ച് നിൽക്കണം. ഇത് ഈറ്റുനോവിന്റെ ആരംഭമാണ്. നമുക്ക് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാവും. കാരണം എന്താണ്? ദൈവത്തോട് ആര് കൂടുതൽ അടുക്കുന്നുവോ അവർക്ക് പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടാവും. ഇന്ന് ചോറ്റാനിക്കര മകൻ തൊഴാൻ പോകുന്നവർക്കോ പൊങ്കാലയ്ക്ക് പോകുന്നവർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അവര് സുരക്ഷിതരായിട്ട് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും പിശാചിന്റെ തന്ത്രം എന്താണ്? നമ്മളെ എങ്ങനെയെങ്കിലും അസ്വസ്ഥരാക്കണം, എങ്ങനെയെങ്കിലും ഇന്ന് പിന്തിരിപ്പിക്കണം, നമ്മളെ പെറുപിറുക്കുന്നവരാക്കണം, വിശ്വാസം നഷ്ടപ്പെടുത്തുന്നവരായിട്ട് നമ്മളെ മാറ്റണം എന്ന ഒരു പരിശ്രമത്തിലാണ് സാത്താൻ നടക്കുന്നത്.
അത് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര് മനസ്സിലാക്കണം. ഏത് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 5 വരെ. സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്ത്രീകളും ദ്രവ്യാഗ്രഹികളും വമ്പ പറയുന്നവരും അഹങ്കാരികളും ദൂഷണന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും എന്നാത്തവരും ഏഷ്ണിക്കാരും വിനേന്ദ്രിയന്മാരും അഖിലന്മാരും സൽഗുണദോഷികളും രോഗികളും രാഷ്ട്രീയക്കാരും സ്ത്രീകളുമായി ദൈവപ്രിയമില്ലാതെ ലോകപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. മതി. അത് ചില കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പറയാത്തത്? ഒന്നും പറയാത്തതില്ല. ഈ സമയത്ത് നടക്കുന്നതായ കാര്യങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യ സ്വസ്നേഹികൾ. ആരാണ് സ്വസ്നേഹികൾ എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം സ്നേഹിക്കുന്നു, എൻ്റെ സുഖം, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്ത, എൻ്റെ പൊന്നുമകനെ കുറിച്ച്, എൻ്റെ പൊന്നുമകളെ കുറിച്ച് പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു സ്വസ്നേഹികൾ. അടുത്തെന്താണ്? ദ്രവ്യാഗ്രഹികൾ. ദ്രവ്യത്തോടുള്ള ആഗ്രഹം. പാതിവില തട്ടിപ്പ്. എത്ര തട്ടിപ്പിൽ അകപ്പെട്ടാലും വീണ്ടും വീണ്ടും ലാഭം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. ദ്രവ്യാഗ്രഹികളായിട്ട് മാറുന്നു. വമ്പ് പറയുന്നവര്, അത് വിവരിക്കണ്ടല്ലോ. അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആരെയാണ്? അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആരെയാണ്? നമ്മുടെ പുതിയ തലമുറയെ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, നമ്മുടെ നെയ്ബേഴ്സിനെ, നമ്മുടെ ബന്ധുമിത്രാദികളിലുള്ള യൂത്തിനെയാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്, അല്ലേ? നമ്മളോ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണോ? നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ പ്രായമായവരാണ്, നമ്മുടെ ഭവനത്തിൽ ഇരിക്കുന്നു. അവരെ എല്ലാ ദിവസവും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുന്നവര് ഉണ്ടോ? അവരുടെ ആവശ്യങ്ങൾ ഏതാണെന്ന് അടുത്തിരുന്ന് ചോദിച്ച് എഴുതിയെടുക്കുന്നവരുണ്ടോ? അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പോലെ ചെയ്തു കൊടുക്കുന്നവരുണ്ടോ? മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അത് മാത്രം നടത്തി കൊടുക്കുക എന്നുള്ളതല്ല. മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് അവിടെ ഇരുന്നോളും. ഒരു മുറിയിൽ ചുളുങ്ങി അവിടെ ഇരുന്നോളും. അതിന് 3 നേരം ചോറ് കൊടുക്കുന്നുണ്ട്. ചർച്ചിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം, ഏതെങ്കിലും പെൻഷന് വേണമെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് വസ്തുവായിട്ട് അതിനെ കാണുന്നുണ്ടെങ്കിൽ അയ്യോ കഷ്ടം. സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ ആയിട്ട് മാറും. നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കാത്തതിലും ഭയാനകമായിരിക്കും. കാരണം അവര് പക്വമതികളല്ല. നമ്മുടെ മക്കൾ പക്വമതികളല്ലല്ലോ. നമ്മൾ പക്വതയുള്ളവരല്ലേ? നമ്മൾ ചർച്ചിൽ പ്രസംഗിക്കുന്നവരല്ലേ? നമ്മൾ സുവിശേഷ വേല ചെയ്യുന്നവരല്ലേ? കാണാത്ത ദൈവത്തെ ആരാധിക്കുന്നവരല്ലേ? കാണുന്ന സഹോദരനെ സ്നേഹിക്കാതെ, അല്ലെങ്കിൽ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാതെ എങ്ങനെയാണ് മാതാവിനും പിതാവിനുള്ളത് ഖുർബാൻ, അത് ഒരു കടത്ത് കഴിക്കില്ലേ? എവിടെയെങ്കിലും മാതാവിനെയും പിതാവിനെയും കൊണ്ടുപോക്കി 5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ കൊടുത്തിട്ട് ഞാൻ പൊന്നുപോലെ എൻ്റെ മാതാവിനെയും പിതാവിനെയും നോക്കുന്നു, വീട്ടിൽ നോക്കിയത്ര ശരിയാവില്ല, അതുകൊണ്ട് VIP
ഫ്ലാറ്റിലാക്കിയിരിക്കുന്നു. 10 ലക്ഷം വേണമെങ്കിൽ 10 ലക്ഷം, 25 ലക്ഷം വേണമെങ്കിൽ 25 ലക്ഷം. ഒരു കുറവ് അപ്പച്ചനും അമ്മച്ചിക്ക് ഉണ്ടാകരുതെന്ന് പറയുന്ന ഒരു കുർബാൻ ആണോ? നിന്റെ മക്കളെ നോക്കുന്നത് പോലെ നിന്റെ അപ്പച്ചനെ അമ്മച്ചിനെ നോക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നോക്കിയില്ലെങ്കിൽ ഈറ്റുനോവിന്റെ ആരംഭം മനുഷ്യൻ മനുഷ്യനോടും രാജ്യം രാജ്യത്തോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന്റെ ഒരു വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലാണ്. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര്, നന്ദി കെട്ടവര്. നന്ദിയുണ്ടോ? നന്ദി കെട്ടവര്. ദൈവത്തോട് നന്ദിയുണ്ടെങ്കിൽ കാലത്തെ എഴുന്നേറ്റ് ബെഡിൽ കിടന്ന് നന്ദി പറഞ്ഞു കരയും. നന്ദി പറഞ്ഞു കരയും. നന്ദി പറഞ്ഞ് 70 വയസ്സായി, 60 വയസ്സായി, 50 വയസ്സായി, അതിൽ ഓർക്കുന്ന ഗുണങ്ങള്, ഓർക്കുന്ന നന്മകൾ മതിയല്ലോ. ഓർക്കുന്ന നന്മകള്. ഈ ഭൂമിയിൽ ജനിക്കാൻ വന്നത് തുടങ്ങി, ജനിക്കാൻ അവസരം തന്നത് തുടങ്ങി. ഏതെങ്കിലും അവസരത്തിൽ സന്തോഷിച്ച് തിമിർത്ത് ഹൃദയം നിറഞ്ഞ് ദൈവമേ ഞാനൊരു നല്ല സന്തോഷ സമൃദ്ധിയിലിരിക്കുന്നു. ആൽഫ ബീറ്റ തരംഗങ്ങൾ. ആൽഫ ബീറ്റ തരംഗങ്ങൾ മനുഷ്യന് വരുന്നത് ഏറ്റവും സുഖസമൃദ്ധിയിലിരിക്കുമ്പോഴാണ്. മനുഷ്യൻ ഏറ്റവും സുഖസമൃദ്ധിയിലിരിക്കുമ്പോഴാണ് ആൽഫ ബീറ്റ തരംഗങ്ങൾ വരുന്നത്. ആ തരംഗങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? നിങ്ങൾക്കൊരു ഹണിമൂൺ ഉണ്ടായിട്ടില്ലേ? നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ നിങ്ങൾ തുള്ളിച്ചാടിയില്ലേ? ആദ്യത്തെ കുഞ്ഞിനെ LKG ചേർത്തപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം, സമൃദ്ധി, ഒരു ഹൃദയത്തിൽ ഒരു രസമുണ്ടായില്ലേ? അങ്ങനെ എത്ര കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാം. എല്ലാ ദിവസവും നന്ദി പറയുന്നുണ്ടോ? രാവിലെ യൗവനകാലത്ത് യഹോവയെ സ്തുതിച്ചുകൊള്ളുവിൻ. എങ്ങനെയാ യഹോവയെ സ്തുതിക്കുക? നന്ദി കൊണ്ടും സങ്കീർത്തനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങൾ യഹോവയെ സ്തുതിക്കുക. യൗവനകാലം. യൗവനകാലം എന്ന് പറഞ്ഞതാ പ്രാരംഭ. രണ്ടർത്ഥമുണ്ട്. നമ്മുടെ യൗവനത്തിൽ നമ്മൾ കൂടുതൽ യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയമാണ്. പിന്നെ യൗവനത്തിന് വേറെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? പ്രഭാതം എന്ന് പറയുന്ന ഒരു യൗവനമാണ്. ഒരു ദിവസത്തിന്റെ യൗവനം, യുവത്വം ഏത് സമയത്താ ഏറ്റവും ക്ലാരിറ്റി ഉള്ളത്? പ്രഭാതം. 4:30 തുടങ്ങി 6 വരെയും. 4:30 തുടങ്ങി 6 വരെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഹിന്ദുക്കളെ അതിന് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയും, സരസ്വതി യാമം എന്ന് പറയും. അതിലേക്ക് നമ്മൾ പോകണ്ട. അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം എന്താണ്? അൾട്രാ വയലറ്റ് രശ്മികളില്ല, പൊടിപടലങ്ങളില്ല, ഓക്സിജന് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള സമയം, ശബ്ദ മലിനീകരണമില്ല. നമ്മുടെ ബാറ്ററി, നമ്മുടെ തലച്ചോറാകുന്ന ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ചെയ്യുന്ന സമയത 10 മണിക്ക് നമ്മൾ കുത്തിയിടാണ്. നമ്മുടെ ബാറ്ററി രാത്രി 10 മണിക്ക് കുത്തിയിടുന്നു. 11 മണി, 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണി ആയപ്പോഴേക്കും 4, 4:30, 5 ആകുമ്പോഴേക്കും ഇത് ഫുൾ ചാർജായി. അപ്പൊ എല്ലാം കൊണ്ടും സുഖസമൃദ്ധിയിലിരിക്കുന്ന ആ യൗവനകാലത്ത് ഉടനെ ദൈവമേ നന്ദി, എന്തുമാത്രം അനുഗ്രഹങ്ങൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ എനിക്ക് നൽകിയല്ലോ, പുതിയൊരു ദിവസം കൂടി എനിക്ക് നൽകിയല്ലോ. എത്രയോ പേര് എഴുന്നേക്കാതെ പോകുന്നു, എത്രയോ പേര് തളർന്നു കിടക്കുന്നു. എനിക്കൊരു പുതിയ ദിവസം തന്നല്ലോ. അപ്പൊ നന്ദിയുള്ളവരാണോ? നന്ദി കെട്ടവരെ എന്ന് വിളിക്കാൻ ഇടവരാതെ പൗലോസ് പറഞ്ഞു നന്ദി കെട്ടവർ. ഇനി നമ്മെ സഹായിച്ചവരോടൊരു നന്ദിയുണ്ടോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ പലരും, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പരസ്പര സഹായം കൊണ്ടല്ലേ, മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ദൈവത്തിന്റെ സഹായം, അനുഗ്രഹം, അതോടൊപ്പം മനുഷ്യരെ ആക്കി ഇവിടെ ഇത്രയും പേർക്ക് ആരാധിക്കാൻ ഒരവസരം നൽകിയത് പോൾ പാസ്റ്ററാണ്. ഒരാളെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇതേപോലെ നാം ബസ്സിൽ കയറുന്നതും നാം ആഹാരം കഴിക്കുന്നതും നാം ഉണ്ടാക്കി വെച്ച ആഹാരം കഴിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ടോ? ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു ബിഗിനിങ് പ്രയർ, ദൈവമേ ഈ ആഹാരം എനിക്ക് നൽകിയല്ലോ. എത്രയോ പേരുടെ അധ്വാനമാണ് ഈ ആഹാരം. ഞാൻ രുചിയായിട്ടത് കഴിക്കുന്നു. എത്രയോ പേരുടെ അധ്വാനമാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവർക്ക് ദീർഘായുസ്സ്, ആരോഗ്യം കൊടുക്കണമേ.
എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? നന്ദി കെട്ടവരാകാതെ നന്ദിയുള്ളവരായിരിക്കണം. നന്ദി കെട്ടവർ ഇനി ആരാണ്? അശുദ്ധന്മാർ. അത് പറയണ്ടല്ലോ. അശുദ്ധി ചിന്ത കൊണ്ടും നോട്ടം കൊണ്ടും സംസാരം കൊണ്ടും എഴുത്തുകൊണ്ടും എല്ലാം അശുദ്ധി നിറഞ്ഞവരുടെ ലോകത്ത് വാത്സല്യമില്ലാത്തവർ. വാത്സല്യം, സ്നേഹം കൊടുക്കേണ്ട സ്ഥലത്ത്, മക്കൾക്ക് സ്നേഹം കൊടുക്കേണ്ട കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കാതെ കർശന ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നു. പല കുട്ടികളും എന്നോട് പറയുന്നത് ഓവർ സ്ട്രിക്റ്റ് ആണ്. 90% മാർക്ക് കിട്ടിയ ഒരു കുട്ടി, 90% മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്നെ വിളിച്ച് കരഞ്ഞു. ബോർഡ് എക്സാം ആണ് സാറേ, ബോർഡ് എക്സാം ആണ്. ഒരു വിധത്തിലും പേരൻസ് സമ്മതിക്കുന്നില്ല. ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് പഠിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. എപ്പോഴും പരാതിയും പ്രശ്നങ്ങളും. അതുകൊണ്ട് ഞാൻ മടുത്തു പോകുന്നു. അവരെ ഞാൻ താക്കീത് ചെയ്തു, ഈ എക്സാം കഴിയുന്നവരെ, തോറ്റുപോയാലും കുഴപ്പമില്ല, ഈ എക്സാം കഴിയുന്നവരെയെങ്കിലും നിങ്ങൾ അതിനൊന്ന് ശല്യപ്പെടുത്താതിരിക്കണം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്നെ പിടിക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ വാത്സല്യമില്ലാത്തവര് കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയായിരിക്കാം. പക്ഷെ വേറൊരു കാര്യം മറന്നു പോകരുത്. ഹാൻഡിൽ വിത്ത് കെയർ. നമ്മൾ വിലപിടിപ്പുള്ള സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ ആ കാർട്ടന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാവും. എന്താ എഴുതിയിട്ടുണ്ടാവും? ഹാൻഡിൽ വിത്ത് കെയർ. അത് മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മച്ചിമാരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഹാൻഡിൽ വിത്ത് കെയർ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇപ്പൊ വാത്സല്യമില്ലാത്തവരാകരുത്. മക്കളോട് വാത്സല്യം ഉണ്ടാകണം, ജീവിത പങ്കാളിയോട് വാത്സല്യം ഉണ്ടാകണം, മാതാപിതാക്കളോട് വാത്സല്യം ഉണ്ടാകണം. ബംഗാളികളുടെ കാര്യം പറഞ്ഞില്ലേ? ബംഗാളികളൊക്കെ നമ്മുടെ ഭവനത്തിന് ജോലിക്കൊക്കെ വരുമ്പോ അവരോട് വാത്സല്യത്തോടുകൂടി പെരുമാറി നോക്കിയേ. നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ടിട്ട് മറ്റുള്ളവരുടെ യഹോവയെ സ്തുതിക്കേണ്ടതിന് അവരെങ്ങനെ വചനം പഠിക്കും? അനിൽ സഹോദര, ബംഗാളികൾ പറഞ്ഞു കൊടുക്കണം. നല്ല ആശയം. നമുക്കും വേണമെങ്കിൽ വചനം അവരുടെ ഹൃദയത്തിലേക്ക് ചെലുത്താം. എങ്ങനെയാണ്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശു എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അവന് വൃത്തിയായിട്ട് ആഹാരം കൊടുക്കുക. അവനൊരു പക്ഷേ ഇത്രയും രുചിയായിട്ട് ആഹാരം കഴിച്ചു കാണില്ല. ബംഗാളിലൊക്കെ സ്ഥിതി അറിയാമല്ലോ, പട്ടിണിയോടുള്ള ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവൻ ജോലി ചെയ്ത് കഴിയുമ്പോൾ 300-400 കൊടുക്കുന്നതോടൊപ്പം നല്ലൊരു സാപ്പാട്, ഒരു VIP സാപ്പാട് അവന് കൊടുത്തൂടെ? എന്നിട്ട് വചനം പറഞ്ഞൂടെ? വാത്സല്യം ഉണ്ടാകണം. വാത്സല്യം ഇത് ദൈവത്തിന്റെ കൃപയാൽ കിട്ടുന്നതാണ്. വാത്സല്യമുള്ള എല്ലാവരോടും വാത്സല്യമുള്ളവരായിരിക്കണം കേട്ടോ. ദൈവം നമ്മളെ സ്നേഹിച്ചത് വാത്സല്യത്തോടെയാണ്. നമ്മളൊരു കുഞ്ഞിനെ വാത്സല്യത്തോട് മടിയിലിരുത്തി സ്നേഹിക്കുന്നതിലും കൂടുതലാണ് ദൈവം തമ്പുരാൻ നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചു. സംശയമുണ്ടോ? യെശയ്യാ 49, യെശയ്യാ 49 5 തോന്നുന്നു. നോക്കി, യെശയ്യാ 49 5 നോക്കി. അപ്പൊ ഒന്ന് വായിച്ചേ. 49 1. 49 1. മതി. എന്താണ്? ഒന്നുകൂടി വായിച്ചേ. അത് മാത്രം. ഗർഭം മുതൽ. എങ്ങനെയാണ് വാത്സല്യം? കണ്ടോ? യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു. എന്താ വിളിച്ചേ? എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമുക്ക് പേരിട്ടതെന്നാണ് മാതാപിതാക്കള്. നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ മുതൽ ഞാൻ നിന്നെ കാണുകയും നിന്നോട് എനിക്ക് വാത്സല്യം തോന്നുകയും നിന്നെ ഞാൻ പേര് ചൊല്ലി ഓമനപുത്ര ഓമനപുത്രി എന്ന് വിളിച്ചു. അങ്ങനെ ദൈവം നമ്മളെ വാത്സല്യത്തോടുകൂടിയാണ് സ്നേഹിച്ചത്. ഇത് ഉണ്ടായിപ്പോയല്ലോ, എങ്ങനെയെങ്കിലും വളർത്തണം എന്ന് വിചാരിച്ചല്ല. അൺവാണ്ടഡ് ചൈൽഡ്.
അതിനെ പോലെ പെരുമാറരുത് കേട്ടോ. അൺവാണ്ടഡ് ചൈൽഡ് ഇന്ന് കേരളത്തിലെ ഒത്തിരി പ്രശ്നം എന്താണെന്നറിയോ? അൺവാണ്ടഡ് ചൈൽഡ്. ഇതൊക്കെ പഠിക്കുന്നത് ഈ കൗൺസിലിങ്ങിന് വരുമ്പോഴാണ്. രണ്ട് കുട്ടികളുടെ അമ്മ വന്നിട്ട് മൂത്ത കുട്ടിക്ക് പ്രശ്നം, ഇളയതിനോട് ഭയങ്കര ദേഷ്യവും പകയും പ്രശ്നവും. അവൻ പലതരത്തിലുള്ള പ്രകൃതികളൊക്കെ കാണിക്കുന്നു. ചോദിച്ച് വന്നപ്പോഴാണ് ഈ കുട്ടി വേണ്ടായിരുന്നു, ഈ മൂത്ത കുട്ടി വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. വേണ്ടായിരുന്നു പറഞ്ഞാൽ അപ്പോൾ വേണ്ടായിരുന്നു എന്നൊരു തോന്നല് അവൻ വൈകി കിടക്കുമുണ്ടായിരുന്നു. അതാണ് അൺവാണ്ടഡ് ചൈൽഡ് എന്ന് പറഞ്ഞത്. ദമ്പതികൾ വിവാഹം കഴിഞ്ഞ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്ലാൻ ചെയ്ത് ഒരു കുട്ടിയെ സമ്പാദിക്കണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു കുട്ടിയെ സമ്പാദിക്കുമ്പോൾ അത് പ്രിയപ്പെട്ട മകനോ മകളോ ആയിട്ട്. അപ്പൊ നമ്മളെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ നമ്മളോട് വാത്സല്യം തോന്നി പേർ ചൊല്ലി വിളിച്ചു നമ്മളെ പ്രിയ മകനും മകളുമായിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മൾ വാത്സല്യമുള്ളവരായിട്ട് മാറണം. ഇണങ്ങാത്തവര്, ഏഷണിക്കാര്, ആരോടെങ്കിലും ഏഷണി. ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരാളോട് പറയണ്ടട്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. അതാണ് ഏഷണി എന്ന് പറയുന്നത്. ഇന്ന ആളുടെ കാര്യം അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഏഷണി. ആ വ്യക്തി മറ്റുള്ളവരോട് എന്താ പറയുന്നത്? ഇതുപോലെ തന്നെ ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും എന്ന് പറഞ്ഞാൽ, അജിതേന്ദ്രിയന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റാത്തവർ. കണ്ണിനെയും മൂക്കിനെയും നാക്കിനെയും ത്വക്കിനെയൊക്കെ ജയിക്കാൻ നിയന്ത്രിക്കാൻ പറ്റാത്ത ഉഗ്രന്മാര്. സൽഗുണദേശികൾ. സൽഗുണമൊന്നും അവർക്ക് വേണ്ട. ദ്രോഹികൾ, ദാക്ഷ്യക്കാർ, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഭോഗപ്രിയരായി. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവർ. ഭക്തിയുടെ വേഷം ധരിക്കുന്നവർ. ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ അല്ലേലിയ പാടുക, വച്ചെടുക്കുക, ബഹളം വയ്ക്കുക, വെള്ളിയാഴ്ച ഉപവസിക്കുക, എല്ലാ മീറ്റിങ്ങുകളും പങ്കെടുക്കുക, എല്ലാ കൺവെൻഷനും പങ്കെടുക്കുക, എല്ലാ ദിവസവും ഇങ്ങനെ ഭക്തി 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 ഭക്തി. പക്ഷെ ഉള്ളിൽ പലപ്പോഴും ശക്തിയില്ലാതെ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ചൈതന്യത്തെ ത്യജിക്കുന്നു. ഇതാണ് ഈ അവസാന കാലം എന്ന് പറയുന്നത്. തുടക്കം അങ്ങനെയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരിക. അല്ലാതെ യുദ്ധം വരുന്നതോ ക്ഷാമം വരുന്നതോ അല്ല. യുദ്ധം വന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ക്ഷാമം വന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പൗലോസ് പറയുന്ന ഈ കാര്യങ്ങൾ മനുഷ്യർ സ്വസ്നേഹികളായാൽ, ദ്രവ്യാഗ്രഹികളായാൽ, വമ്പ് പറയുന്നവർ, അഹങ്കാരികൾ ആ ലിസ്റ്റിലേക്ക് പോയാൽ ഒരുപക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആ വരുന്ന ഭയാനകമായ നിമിഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അതിന് ചെയ്യാനുള്ളത് പൗലോസ് പറയുന്നുണ്ട്. ഫിലിപ്പിയർ 4:6. ഫിലിപ്പിയർ 4:6. എന്താണ് ഇതിന് റെമഡി? ഇതിനുള്ള പരിഹാരം എന്താണ്? പൗലോസ് പറയുന്നുണ്ട്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും ദൈവത്തെ അറിയിക്കത്രേ. അപ്പോൾ സകല ശാസ്ത്രത്തെയും കഴിയുന്ന ദൈവിക സമാധാനം ക്രിസ്തുയേശുവിൽ നമ്മുടെ നിലവുകളെ. അപ്പൊ നമുക്ക് വരുവാനുള്ളത് പേടിപ്പിക്കാൻ പറയല്ല, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തന്നെയാണ് വരാനുള്ളത്. അതിന് യാതൊരു സംശയമില്ല. കാലാവസ്ഥ വ്യതിയാനം, പട്ടിണി, യുദ്ധം, പ്രശ്നം, പുതിയ പുതിയ രോഗങ്ങൾ എല്ലാം നമ്മളെ ഇങ്ങനെ ചുറ്റി വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ദൈവ പൈതലിനെ ആശ്വസിക്കാവുന്ന വചനമാണ്, ഒന്നിനെക്കുറിച്ചും അകലപ്പെടണ്ട,
എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. സങ്കീർത്തനം 84 നോക്കിയേ, സങ്കീർത്തനം 84 അതിന്റെ 4. ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അല്ല, 84. 84ന്റെ 1 തുടങ്ങി 3 വരെ. സൈന്യങ്ങളുടെ യഹോവേ, ആ. തിരുനിവാസം എത്ര മനോഹരം! ആ. എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. ആ. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, എന്റെ യാഗപീഠങ്ങളിൽ തന്നെ. അതെ, കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. കുരുവിയും മിവൽ പക്ഷിയും ഒരു കൂട് കണ്ടെത്തിയിരിക്കുന്നു. എവിടെയാണ്? എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ഈ യാഗപീഠത്തിൽ എങ്ങനെയാണ് ഒരു കുരുകിൽ പോയി വസിക്കുക? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെ ഒരു കുരുകിലിന്, ഒരു മീവൽ പക്ഷിക്ക് ഒരു യാഗപീഠത്തിൽ വസിക്കാൻ സാധിക്കും? എന്താണ് യാഗപീഠം? യഹോവയുടെ യാഗപീഠം എന്ന് പറയുന്നത് എപ്പോഴും യാഗങ്ങൾ നടത്തി അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മീവൽ പക്ഷിക്കും കുരുവിക്കും അങ്ങോട്ട് ചെന്ന് പാർക്കാൻ എങ്ങനെ കഴിയും? അവർക്കത് മനസ്സിലാകുന്നു, ഞങ്ങൾക്കൊരാശ്രയം ആ യാഗപീഠം തന്നെ, ഞങ്ങൾക്ക് എന്നേക്കുമായ ശാശ്വതമായ ആലയം നിന്റെ ആലയം തന്നെ. അത് കുരുവിലിന് തോന്നിയെങ്കിൽ, മീവൽ പക്ഷിക്ക് തോന്നിയെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് എവിടെ പാർക്കാൻ സാധിക്കും? അങ്ങയുടെ ആലയത്തിൽ പാർക്കുന്നത് തന്നെ നമുക്ക് ശാശ്വതമായ പരിഹാരം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം. ലൂക്കോസ് 12-ാം അധ്യായം. ആറാം വചനം, 6 തുടങ്ങി വായിക്കും. 2 കാശിനെ 5 കുരുവിനെ വിൽക്കുന്നില്ലയോ? ആ. അവയിൽ ഒന്നിന് പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുവിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവരെ ദൈവദൂതന്മാരുടെ മുൻപിൽ ഏറ്റുപറയും. മതി. 5 കുരുവിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരുവിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ? ഇപ്പൊ നമ്മുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നമുക്കറിയില്ല, എത്രയോ മുടികൾ ഇങ്ങനെ ഓരോ ദിവസവും കൊഴിഞ്ഞു പോകും. അതുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. കുരുവികൾ 5 കാശിനും 10 കാശിനൊക്കെ വിൽക്കുന്നു. അവയെ ഞാൻ ഇത്ര പരിപാലിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് എൻ്റെ ആലയം ഞാൻ തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് സന്തോഷമായിട്ട് തിന്നാനും കുടിക്കാനും എല്ലാം ഞാൻ അവസരം ഒരുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഞാൻ എങ്ങനെ പരിപാലിക്കും? ഒന്നിനെക്കുറിച്ചും താമരയെ നോക്കുക, അത് എത്ര മനോഹരമായിട്ട് അതിനെ ഞാൻ അലങ്കരിക്കും. നമുക്ക് ഒരു വചനം കൂടി വായിക്കാം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 5-ാം വചനം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. മതി. നേരത്തെ നമ്മൾ യെശയ്യാവിൽ വായിച്ചത്, നീ ഉദരത്തിൽ ആയിരുന്നപ്പോൾ നിന്നെ ഞാൻ പേര് വിളിച്ചു. ഇവിടെ എന്താ പറയുന്നേ? യിരെമ്യാ നീ നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ തന്നെ.
നിന്നെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കന്മാർ വിവാഹം കഴിച്ച് അവര് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, പേർ ചൊല്ലി വിശുദ്ധീകരിച്ചിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും വിശുദ്ധീകരിച്ചിട്ടാണ് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. എല്ലാം പ്രിയപ്പെട്ടവരാണ്. ബംഗാളികളായാലും കന്നഡക്കാരായാലും നമുക്ക് തോന്നും, ഇവരൊക്കെ ദൈവമക്കളാണ്. ഞാൻ അനുഗ്രഹ ചർച്ചിൽ പോകുന്നു, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകുന്നു, ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവര്, ഞങ്ങൾ ദൈവമക്കള്. അല്ല 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 അല്ല. നമ്മളെ പോലെ ഈ ഭൂമിയിലുള്ള എല്ലാ മക്കളും ദൈവത്തിന്റെ മക്കളാണ്. ദൈവം അറിഞ്ഞ് പേർ ചൊല്ലി വിശുദ്ധീകരിച്ച് ഭൂമിയിലേക്ക് അയച്ചവരാണ് എല്ലാ മക്കളും. അതുകൊണ്ട് എല്ലാവരും രക്ഷപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മളും എല്ലാവരും രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിക്കണം. നമ്മുടെ 2025 ഉത്തരവാദിത്തം, നമ്മുടെ മാസ്റ്റർ പ്ലാൻ എന്തായിരിക്കണം? എല്ലാവരും രക്ഷിക്കപ്പെടണം. എല്ലാവർക്കും വേണ്ടി സുവിശേഷം പ്രസംഗിക്കണം. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം, ഏറ്റവും വലിയ നന്ദി പ്രകടനം എന്താണ്? പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തു നൽകും ഞാനിനി, ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. ക്രൂശിൽ കണ്ടു ഞാനിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനീ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനീ, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവത്തോട് യഥാർത്ഥ നന്ദി ഉണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് ഈ 2 കാര്യമാണ്. ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് നൽകുക. പൂർണ്ണമായിട്ട് ഹൃദയം നൽകുക. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ വിശുദ്ധിയോടെ, പൂർണ്ണ സൗമ്യതയോടെ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുക. 2ാമത്തെ കാര്യം, ദേശത്തെങ്ങും സുവിശേഷവുമായി പോവുക. ദേശത്തെങ്ങും പോവുക എന്ന് പറഞ്ഞാൽ നിന്റെ ഇടതും വലതും ആരിയ്ക്കുന്നുവോ, ബസ്സിലായാലും ട്രെയിനിലായാലും കാറിലായാലും അവരോട് സുവിശേഷം. കോഴമുത്തയുടെ പാസ്റ്റർ പറഞ്ഞില്ലേ, അവിടെ മുസ്ലിമിന്റെ അടുത്ത് പെട്ടെന്ന് ആ സഹോദരൻ വചനം പറയാനായിട്ട്, അതേപോലെ ഒരു തീഷ്ണത നമുക്കുണ്ടാകും. അതാണ് സ്നേഹത്തിന്റെ പ്രകടനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എന്താണ് കൽപ്പന? നിങ്ങൾ ലോകം മുഴുവൻ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ആണ് കൽപ്പന. അപ്പൊ നമ്മൾക്ക് അടങ്ങിയിരിക്കാൻ അല്ലെങ്കിൽ മടിച്ചിരിക്കാൻ, സമയം കളയാൻ ഇനി സാധ്യമല്ല. സമയമില്ല, സമയം അടുത്തിരിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അപ്പോൾ നമുക്ക് വചനം പ്രസംഗിക്കാനായിട്ട് തോന്നും, പക്ഷേ സമയം കിട്ടില്ല. വചനം പ്രസിദ്ധപ്പെടുത്താൻ അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യാൻ നമുക്ക് ആഗ്രഹം തോന്നും, പക്ഷെ കാലാവസ്ഥ പ്രതികൂലമായിട്ട് വരും, അല്ലെങ്കിൽ അതിനുള്ള നിയമങ്ങൾ വരും. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഉന്മേഷമുള്ളവരായിട്ട് മാറണം. ഒരു വചനം കൂടി വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മത്തായി 24 അവസാന ഭാഗം. എന്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പകയ്ക്കും,
പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അവസാനം വരുമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എപ്പോൾ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഒത്തിരി അടയാളങ്ങൾ പറഞ്ഞെങ്കിലും അതൊന്നും അവർ ശ്രദ്ധിച്ചില്ലേ നമുക്കറിയില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ വരെ ശ്രദ്ധിക്കുക. ഈ സുവിശേഷം സകല ജാതികൾക്കും, രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉത്തരം എന്താണ്? ഈ രാജ്യത്തിന്റെ സുവിശേഷം ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. നമ്മുടെ ഉത്തരവാദിത്തം എവിടെയാണ് സുവിശേഷം എത്താത്തത്? വിളിച്ചു ചോദിക്കുക. എവിടെയാണ്? ഓരോ വീട്ടിലും കയറി ഓരോരുത്തര് ഈ ഭവനത്തിന് ഇത് കിട്ടിയോ, ഈ അറിയിപ്പ് കിട്ടിയോ എന്ന് ചോദിക്കുന്നത് പോലെ മുട്ടുവിൻ തുറക്കപ്പെടും. മുട്ടുക. സുവിശേഷം എത്തിയിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? എത്ര അർജന്റായിട്ട് വന്ന് ചോദിക്കുന്നേ? അതെ, ഞങ്ങൾ വളരെ ധൃതിയിലാണ്, കാലമെടുത്തു, മനസ്സാന്തരപ്പെടുവിൻ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ഞങ്ങൾ നിർബന്ധിതരാകുന്നു. ഞങ്ങൾക്ക് ഇനി സമയമില്ല, നാണമില്ല, മടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പൊടി തട്ടിയിട്ടിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തിരിച്ചു പോരുക. എല്ലാ വീടും എത്തിക്കഴിയുമ്പോൾ അവസാനം വരും. അപ്പോൾ നമുക്ക് ഒരുങ്ങി നോക്കി നിൽക്കാൻ പറ്റും. 10 കന്യകമാരിൽ 5 പേർ വിവേകമില്ലാതെ ഉറങ്ങിപ്പോയതുപോലെ, ആ സമയത്ത് വിവേകമുള്ളവർ എണ്ണ കരുതി കാത്തിരുന്നത് പോലെ നമുക്ക് കാത്തിരിക്കാൻ പറ്റും. കാത്തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ സുവിശേഷം പറഞ്ഞ് എല്ലാ വീടുകളും ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് മുറ്റത്തിറങ്ങി കാത്തു നിൽക്കാം. വാനമേഘങ്ങളിൽ യേശു ക്രിസ്തു വരുന്നത് നോക്കിയിരിക്കാം. ഇമ്മാനുവേൽ എന്താണ് ഇവിടെ കാത്തിരിക്കുന്നത്? എംപറർ ഇമ്മാനുവേൽ കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കലല്ല, കപ്പലുണ്ടാക്കി കാത്തിരിക്കലല്ല. വിശ്വാസത്തോടുകൂടി നമുക്ക് ഇറങ്ങി കാത്തിരിക്കാം. കാരണം സകല വീടുകളിലും സുവിശേഷം എത്തിയിട്ടും കൊരട്ടിയിൽ അവരവരുടെ ദൗത്യം കൊടുക്കുക. ഞാൻ കരുമാലൂരിന്റെ ദൗത്യം കൊടുക്കുന്നു. പോൾ പോസ്റ്റർ കൊരട്ടിയിലെ എല്ലാ വീടുകളും വീണ്ടും ഒന്ന് ചോദിക്കാണ്, കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇറങ്ങി ആ വാനമേഘങ്ങളിലേക്ക് നോക്കി നിൽക്കാൻ പറ്റും. എൻ്റെ വചനം ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു. എൻ്റെ വചനം നിലനിൽക്കും. ആ വചനം വിശ്വസിച്ച് നമുക്ക് മുന്നേറാം. തളരാതെ പതറാതെ മുന്നേറാം. ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട. എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും ദൈവത്തെ അറിയിക്കുക വേണ്ടത്. ഇങ്ങനെ ഒന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് രോഗമുണ്ടെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും മക്കളുടെ അഡ്മിഷൻ ശരിയായില്ലെങ്കിലും മക്കളുടെ ജോലി ശരിയായില്ലെങ്കിലും മക്കളുടെ കല്യാണം ശരിയായില്ലെങ്കിലും നമ്മുടെ പ്രത്യാശ എന്താണ്? യേശു വാനമേഘങ്ങളിൽ വരുന്നു, നമ്മളെ എല്ലാവരെയും സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ എന്തിനാണ് ടെക്നോ പാർക്കിലെ ജോലി? പിന്നെ എന്തിനാണ് എബ്രോഡ്? പിന്നെ എന്തിനാണ് വിവാഹം? പിന്നെ എന്തിനാണ് ടെറസ് പാർക്കുന്നത്? അങ്ങനെ യഥാർത്ഥത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. 2025 അങ്ങനെ വിശ്വാസത്തിന്റെ പാറ പോലെ അടിയുറച്ചൊരു വിശ്വാസത്തിന്റെ പാതയിലേക്ക് വരാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പറയാൻ എളുപ്പമാണ്, പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒരു തീരുമാനം 2025 മാർച്ച് 16 നമുക്ക് എടുക്കാം. എന്താ തീരുമാനം? ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, വചനം സത്യമാണ്. ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിലെ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇതാ ഇറങ്ങുന്നു, ഒരു വീടും കാലിയാക്കാതെ, ഒരു ചെവിയും ഇത് കേൾക്കാതിരിക്കരുത്. അതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമമായിരിക്കണം ഞങ്ങളുടെ ഇനിയുള്ള അജണ്ട.
പ്രധാനപ്പെട്ട അജണ്ട എന്താണ്? 2025 പുരട്ടിയിൽ യേശുവിൻ്റെ സാക്ഷ്യം കേൾക്കാത്ത, വചനം കേൾക്കാത്ത ഒരു ചെവി പോലും ഉണ്ടാകരുത്. അതിനുവേണ്ടി ഉപവസിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി ക്ഷമിക്കുക, അതിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യുക, അതിനുവേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ ഇഷ്ടത്തിനുള്ളതാക്കി തീർക്കുക. അതിന് എന്നെയും നിങ്ങളെയും സർവശക്തനായ ദൈവം ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചന സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു.